വെൽക്കം ടു പോളിടെക്നിക്. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കമ്പ്യൂട്ടറിൽ ഉപയോഗിക്കുന്ന ഹാർഡ് ഡിസ്കുകളുടെ ഒരു കമ്പാരിസൺ വീഡിയോ ആണ് നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത്. ഹാർഡ് ഡിസ്ക് SSD, M-SATA, M2 SATA, M2 NVMe, പഴയ മോഡൽ മുതൽ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള NVMe SSD വരെയുള്ള ഡിവൈസുകളെ നമുക്കൊന്ന് കമ്പയർ ചെയ്യാം. അതിൻ്റെ സ്പീഡിൻ്റെയും റേറ്റിൻ്റെയും മറ്റ് സ്പെസിഫിക്കേഷനുകളുടെയും അടിസ്ഥാനത്തിൽ നമുക്ക് ഇവയെ ഒന്ന് കമ്പയർ ചെയ്യാം. അപ്പോൾ നോർമൽ ഹാർഡ് ഡിസ്ക് മുതൽ നമ്മളിപ്പോൾ ഈ വീഡിയോയിൽ കാണുന്നത് പോലെ ഇതെല്ലാം സാറ്റയും NVMeയുമാണ് ഇവരുടെ കണക്റ്റിംഗ് ഇൻ്റർഫേസുകൾ. ആദ്യം കാണുന്ന 4 മോഡലുകൾ സാറ്റ ആണ് ഉപയോഗിക്കുന്നത്. സാറ്റ ഇപ്പോൾ ഒരു ഓൾഡ് ടെക്നോളജിയാണ്. നമ്മളിപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് ഉപയോഗിക്കുന്ന ടെക്നോളജി NVMe ആണ്. അപ്പോൾ അതിൽ തന്നെ സാറ്റയിലുള്ള ഹാർഡ് ഡിസ്കും SSDയും തമ്മിലുള്ള സ്പീഡ് വ്യത്യാസം നമ്മൾ പല വീഡിയോസിലും കണ്ടിട്ടുണ്ട്. സാറ്റയിൽ മാക്സിമം സ്പീഡ് 550 MB/s ആണ് മാക്സിമം കിട്ടുന്നത്. അതിൽ NVMeയിൽ നമുക്ക് സ്പീഡ് ഒത്തിരി വ്യത്യാസമുണ്ട്. അതിൽ തന്നെ ഹാർഡ് ഡിസ്കും SSDയും തമ്മിൽ നല്ല വ്യത്യാസം വരുന്നുണ്ട് ഡാറ്റ ട്രാൻസ്ഫറിൽ. ഇപ്പോൾ നമുക്ക് M.2 SSD വരുന്നതും നമ്മുടെ നോർമൽ 2.5 SSD ആയിട്ടുള്ള ഒരു കൺവേർട്ടർ ഉപയോഗിച്ച് നമുക്ക് M.2 SSDയെ നമുക്ക് 2.5 SSD ആക്കി കൺവേർട്ട് ചെയ്യാവുന്നതാണ്. രണ്ടിലും ഏകദേശം ഉപയോഗിക്കുന്ന കാര്യങ്ങൾ ഒന്ന് തന്നെയാണ്. സ്പീഡും സെയിം ആണ് വരുന്നത്. നോർമൽ M2 SSDയും നോർമൽ 2.5 SSDയും സ്പീഡ് സെയിം ആണ്. നമുക്ക് ഈ കൺവേർട്ടർ ഉപയോഗിച്ച് കൊണ്ട് നമുക്ക് അതിനെ സെയിം ആയിട്ട് എടുക്കാം. സാറ്റ കണക്ടർ വഴി ഉപയോഗിക്കുന്നതിൻ്റെ മാക്സിമം സ്പീഡ് കിട്ടുന്നത് 550 MB/s വരെയാണ് ആവുന്നത്. NVMe ആകുമ്പോൾ നമുക്ക് 14,000 Mbps വരെ നിലവിൽ സ്പീഡ് വരും. ജനറേഷൻ 3, ജനറേഷൻ 4, ജനറേഷൻ 5 അങ്ങനെ പുതിയ ജനറേഷൻ വരെ ആകുമ്പോൾ അതിൻ്റെ സ്പീഡ് അത്രത്തോളമാണ് നിലവിൽ വരുന്നത്. ഏറ്റവും ലേറ്റസ്റ്റ് ടെക്നോളജി ഇപ്പോൾ ഉപയോഗിക്കുന്നത് NVMe ആണ്. ഇനി നമ്മൾ ഒരു ഹാർഡ് ഡിസ്കും SSDയും നമുക്കൊന്ന് ടീയർ ഡൗൺ ചെയ്ത് നോക്കാം. എന്തൊക്കെയാണ് ഇതിനകത്തുള്ള കാര്യങ്ങൾ, ഇതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് നമുക്കൊന്ന് അഴിച്ചു നോക്കാം. രണ്ടിൻ്റെയും കണക്ടറുകൾ സെയിം ആണ്. സാറ്റ കണക്ടറാണ്. നമ്മളിപ്പോൾ ഒരു ലാപ്ടോപ്പ് അഴിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ലാപ്ടോപ്പിനകത്ത് ഈ രീതിയിലായിരിക്കും അതുണ്ടാകുക. അപ്പോൾ നമുക്ക് നോർമൽ ഹാർഡ് ഡിസ്ക് മാറ്റി ഒരു SSD ആക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ വിൻഡോസ് നല്ല സ്പീഡിൽ നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഒരു SSDയിലും ഒരു നോർമൽ ഹാർഡ് ഡിസ്കിലും ഉള്ള കാര്യങ്ങൾ നമുക്കൊന്ന് അഴിച്ചു നോക്കാം. ഒരു നോർമൽ ഹാർഡ് ഡിസ്കിനകത്ത് ഉള്ളത് ഒരു ഡിസ്ക് ഉണ്ട്. ഇത് കണ്ടില്ലേ, ഇതുപോലെ ഒരു ഡിസ്ക് ഉണ്ട്, ഒരു റൊട്ടേറ്റിംഗ് ഡിസ്ക്. അതിലേക്കാണ് നമ്മൾ ഡാറ്റ റീഡ് റൈറ്റ് ചെയ്യുന്നത്. അതിന് 2 വശവും റെക്കോർഡ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ സിംഗിൾ സൈഡ് മാത്രം റെക്കോർഡ് ചെയ്യുന്ന മോഡലുണ്ട്. നേരെ മറിച്ച് SSD വരുമ്പോൾ അതിനകത്ത് ചിപ്പുകളിലാണ് നമ്മൾ ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യുന്നത്. ഇതുകൊണ്ടോ നമ്മളിപ്പോൾ സാറ്റ കണക്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഡിസ്ക് ഇതുപോലെ റൊട്ടേറ്റ് ആകും. ഇത് ഒരു റീഡ് റൈറ്റ് ഹെഡ് ഉണ്ട്. ഈ റീഡ് റൈറ്റ് ഹെഡിൻ്റെ മൂവ്മെൻറ്റിലാണ് നമ്മൾ ഡാറ്റ ഇതിലേക്ക് റൈറ്റ് ചെയ്യുന്നതും അതിൽ നിന്ന് റീഡ് ചെയ്തെടുക്കുന്നതും. മാക്സിമം സ്പീഡ് നമുക്ക് 160 MB/s മാത്രമേ കിട്ടൂ. സാറ്റയിലെ M.2 SSDയിലും SSDയിലും നമുക്ക് കിട്ടുന്ന 550 MB/s ആണ്. അതിനകത്ത് മറ്റേ മെക്കാനിക്കൽ മൂവ്മെൻറ്റുകളൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ ആ പറയുന്ന സ്പീഡ് നമുക്ക് ടോട്ടലായിട്ട് കിട്ടും. പക്ഷേ ഇത് ഡാറ്റ ലോസ് എന്നല്ല, നമുക്ക് സ്ലോയേ കിട്ടുള്ളൂ. ഇതിനകത്ത് മൂവിങ് പാർട്സ് എല്ലാം ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് ഈ രീതിയിൽ 160 MBPS വരെ കിട്ടും. സാറ്റ 550 സപ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിലും 160 MBPS വരെ മാക്സിമം നമുക്ക് ഡാറ്റ റീഡ് റൈറ്റ് സ്പീഡ് നോർമൽ ഹാർഡ് ഡിസ്കിൽ കിട്ടുള്ളൂ. അപ്പോൾ നമ്മുടെ വിൻഡോസ് എന്താണ് സ്ലോ ആയി പോകുന്നതെന്ന് ഏകദേശം എല്ലാവർക്കും ധാരണയായല്ലോ. സാറ്റ SSD ഉപയോഗിക്കുന്നതിനുള്ള പ്രയോജനങ്ങൾ സ്പീഡുണ്ട്, സ്റ്റേബിളാണ്, ഡ്യൂറബിളാണ്, കോമ്പാക്റ്റാണ്, എനർജി എഫിഷ്യൻ്റാണ്. നോർമൽ ഹാർഡ് ഡിസ്ക് ആകുമ്പോൾ കോസ്റ്റ് എഫക്റ്റീവാണ്, റേറ്റ് വളരെ കുറവാണ്. നമുക്കതിപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്നത് എക്സ്റ്റേണൽ ഹാർഡ് ഡിസ്കുകളാക്കി ഉപയോഗിക്കുന്നതിന് വേണ്ടി മറ്റുമാണ് ഇപ്പോൾ നമുക്ക് ഉപയോഗിക്കുന്നത്. ചെറിയ റേറ്റ് നമുക്ക് കൂടുതൽ GB സ്റ്റോറേജ് കിട്ടും നോർമൽ ഹാർഡ് ഡിസ്ക് ആണെങ്കിൽ. പക്ഷേ ഡാറ്റ ട്രാൻസ്ഫർ സ്പീഡ് കുറവാണ്. പക്ഷേ വിൻഡോസ് 10 മുതൽ മുകളിലേക്കുള്ള ഓപ്പറേറ്റിംഗ് സിസ്റ്റംസ് നോർമൽ ഹാർഡ് ഡിസ്കിൽ നിലവിൽ വർക്ക് ചെയ്യുന്ന കണ്ടീഷനല്ല. അതിന് ഡാറ്റ ട്രാൻസ്ഫർ സ്പീഡ് കൂടുതൽ വേണ്ടത് കൊണ്ട് തന്നെ പലരും അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോ കാണുന്ന നിങ്ങൾക്കും നിങ്ങളുടെ ലാപ്ടോപ്പോ ഡെസ്ക്ടോപ്പോ പുതിയ സ്റ്റോറേജ് ഡിവൈസിലേക്ക് അപ്ഗ്രേഡ് ചെയ്യാവുന്നതാണ്. ഇനി M-SATA എന്ന് പറഞ്ഞാൽ മിനി സാറ്റ ഉപയോഗിക്കുന്നത് ലാപ്ടോപ്പുകളിലും മറ്റ് ചെറിയ ഡിവൈസുകളിലും ഉപയോഗിക്കുന്ന ഒരു സ്റ്റോറേജ് മീഡിയമാണ് മിനി സാറ്റ. സെയിം സാറ്റയുടെ അതേ സ്പീഡ് എല്ലാം സെയിം ആണ്. അതിൻ്റെ സൈസ് ചെറുതാണ്, സ്പീഡ് സെയിം ആണ്. ലാപ്ടോപ്പിലെല്ലാം
വളരെ ചെറിയ സ്ലോട്ടിൽ നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഡിവൈസാണ് മിനി സാറ്റ. ഇത്രയാണ് അതിൻ്റെ സൈസ് വരുന്നത്. അതിലും താഴെ ഹാഫ് സൈസിൽ വരുന്നുണ്ട്. നമ്മളിപ്പോൾ ഒരു ലാപ്ടോപ്പ് അഴിച്ചു കഴിഞ്ഞിട്ടുണ്ട്, ആ ലാപ്ടോപ്പിൽ ഇതുപോലെയുള്ള പോർട്ട് കാണും. വൈഫൈ കാർഡൊക്കെ ഇടുന്നത് പോലെ തന്നെ ഉള്ള ചെറിയ പോർട്ടുകൾ, അത് മിനി സാറ്റ പോർട്ടാണ്. മിനി സാറ്റ ഇൻസ്റ്റാൾ ചെയ്യാനുള്ള ഓപ്ഷനുണ്ട്. നോർമൽ ഹാർഡ് ഡിസ്ക് ഉപയോഗിക്കുന്ന മിക്ക ലാപ്ടോപ്പുകളിലും തന്നെ അങ്ങനെ ഒരു പോർട്ട് അഡീഷണൽ ഉണ്ട്. എന്നാൽ നമുക്ക് നോർമൽ സാറ്റ ഉപയോഗിക്കുന്ന ഹാർഡ് ഡിസ്കിന് പകരം ഡയറക്റ്റായിട്ട് നമുക്ക് ഇത് കണക്ട് ചെയ്യാൻ സാധിക്കില്ല. ഇതിന് കൺവേർട്ടർ ഉപയോഗിക്കണം. നമ്മൾ വീഡിയോയുടെ ആദ്യ ഭാഗത്ത് കണ്ട പോലെ കൺവേർട്ടറുകളിലേക്ക് ഇത് ഇൻസ്റ്റാൾ ചെയ്തുകൊണ്ട് മാത്രമേ നമുക്ക് നേരിട്ട് കണക്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഇതാണ് M2 SSD ആണ് അത് വരുന്നത്. സ്പീഡ് സെയിം ആണ്. നമുക്ക് നോർമൽ ഹാർഡ് ഡിസ്കുകളെ മാറ്റി വെച്ച് കഴിഞ്ഞാൽ മിനി ഇതും വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഉപയോഗിക്കുന്ന 2 മോഡലാണിത്. M2 SSDയും NVMe SSDയും. കാഴ്ചയിൽ രണ്ടും ഏകദേശം ഒരുപോലെ തന്നെയാണ് ഇരിക്കുന്നത്. ഒരു കണക്ടർ മാത്രം 2 വരുന്ന മോഡലേ ഉള്ളൂ. ഇതിൻ്റെ സ്പീഡ് വ്യത്യാസമുണ്ട്, നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പറയാം. M2 SSDകൾ നമ്മൾ പൊതുവേ പറയുന്നത് ഇത് ഈ 4-5 അളവുകളിലാണ് ഇത് വരുന്നത്. 22, 110, 2280. അതിനകത്ത് ഈ 22 വരുന്നത് അതിൻ്റെ വിഡ്ത്തും 110 വരുന്നത് ലെങ്ത്, അതുപോലെ 80 വരുന്നത് ലെങ്ത്, 60 വരുന്നത് ലെങ്ത്, 42 വരുന്നത് ലെങ്ത്, 30 വരുന്നത് ലെങ്ത്. ഇതൊക്കെയാണ് ഈ മിനി സാറ്റയായിട്ട് നമ്മൾ നോക്കിയത്. അതാണ് ഇപ്പോൾ പ്ലേ സ്റ്റേഷനകത്തൊക്കെ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ രീതിയിലുള്ള ഓപ്ഷൻസ് ഉണ്ട്. നമ്മുടെ അസ്യൂസിൻ്റെ മദർ ബോർഡ് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിലുണ്ട്, ജിഗാബൈറ്റിൻ്റെ മദർ ബോർഡിലുണ്ട്, ലാപ്ടോപ്പുകളിലുണ്ട്. ഈ രീതിയിലുള്ള കണക്ടറുകളാണ് നമുക്ക് വരുന്നത്. ഇപ്പോൾ M2 സാറ്റ SSDയും മാക്സിമം സ്പീഡ് നമുക്ക് 550 ആണെന്ന് നമ്മൾ ആദ്യം തന്നെ പറഞ്ഞു കഴിഞ്ഞു. ഇനി NVMe ആയിട്ടുള്ള വ്യത്യാസം കാഴ്ചയിൽ രണ്ടും ഒരുപോലെയാണെങ്കിലും നമുക്കതിൻ്റെ സ്ലോട്ടുകൾ തമ്മിൽ വ്യത്യാസമുണ്ട്. NVMe SSD ഇത് സാംസങ്ങിൻ്റെ ഒരെണ്ണമാണ്. അത് PCI Express ആണ് ഉപയോഗിക്കുന്നത്. അതിൻ്റെ ഡാറ്റ ട്രാൻസ്ഫർ സ്പീഡ് അത്രയും വ്യത്യാസമുണ്ട്. PCI ജനറേഷൻ 3, 4, 5. ഇപ്പോൾ 5 വരെയാണ് നിലവിൽ നിൽക്കുന്നത്. 3 3500 MB വരെയാണ് മാക്സിമം സ്പീഡ് സപ്പോർട്ട് ചെയ്യുന്നത്. 4 7000 വരെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ജനറേഷൻ 5 14000 വരെ മാക്സിമം സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ വിഡ്ത്തും ലെങ്തും വരുന്നത് വെച്ച് രണ്ടും സെയിം ആണ്. നമ്മളതിൻ്റെ കണക്ടർ കണ്ടില്ലേ, B key M key എന്ന് പറയുന്ന ആ ഒരു 2 കണക്ടർ. ഇതിൽ NVMeയിൽ M key മാത്രമേ ഉള്ളൂ, ഒരു കണക്ടറേ ഉള്ളൂ. ഇതാണ് അത് തമ്മിലുള്ള കണക്റ്റിങ്ങിലുള്ള വ്യത്യാസം. പോർട്ടുകൾ തമ്മിൽ സ്യൂട്ട് ആകത്തില്ല. ഇപ്പോൾ വരുന്ന ചില പുതിയ മോഡലുകളിൽ നമുക്കിത് രണ്ടും സപ്പോർട്ട് ചെയ്യുന്ന മോഡലുണ്ട്. H61, H81 വരുന്ന പുതിയ മോഡലുകളിൽ അങ്ങനെ നമുക്ക് അതിനൊരു ജമ്പർ കീ വെച്ചിട്ട് നമുക്കത് മാറ്റി കണക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ അവർ തന്നിട്ടുണ്ട്. പക്ഷേ പഴയ മോഡലുകളിലൊന്നും അങ്ങനെ ഒരു ഓപ്ഷൻ ഇല്ല. M2 സാറ്റ നമുക്ക് ഈ രീതിയിൽ സാറ്റയുടെ കൺവേർട്ടർ ബോർഡുകളിൽ ഉപയോഗിക്കാം. അതുപോലെ കണ്ടില്ലേ എൻ്റെ കണക്ടർ, ഇതാണ് NVMe. ഒരു എന്താ പറയുന്നത്, ആ ഒരു നോച്ച് മാത്രം വരുന്നതാണ് NVMe. M.2-ന് അത് 2 നോച്ച് ഉണ്ടാവും. NVMe-നേക്കാളും M.2-ന് വിലയും കുറവാണ്, സ്പീഡും കുറവാണ്. ആ കാര്യം ശ്രദ്ധിക്കുക. ഇപ്പോൾ ഇത് NVMe M.2 ഇടുന്ന ഒരു സ്ലോട്ടുള്ള ഒരു ലാപ്ടോപ്പിൻ്റെ ഇതാണ്. കണ്ടില്ലേ, നമുക്ക് അതിനകത്ത് 2 കണക്ടറിൽ ഈ രീതിയിൽ നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും. പക്ഷേ നമ്മൾ അതിനകത്തേക്ക് NVMe കണക്ട് ചെയ്യാൻ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിലേക്ക് സ്യൂട്ടാകത്തില്ല. NVMe സ്യൂട്ടാകുന്ന ഒരു ഇതാണ് നമ്മളിത് കാണിക്കുന്നത്. ചിലതിനകത്ത് നമുക്ക് അങ്ങനെ കണക്ട് ചെയ്യാനായിട്ട് സ്യൂട്ടാകത്തുമില്ല. ചിലതിൽ സ്യൂട്ടായാൽ തന്നെ സപ്പോർട്ട് ചെയ്യത്തില്ല. അപ്പോൾ നമ്മുടെ ഓരോ ബോർഡിലും അല്ലെങ്കിൽ നമ്മൾ കണക്ട് ചെയ്യുന്നതിനകത്തും ഇത് സപ്പോർട്ട് ആണോ എന്നുള്ളത് നമ്മളത് ഓൺലൈനായിട്ട് തന്നെ നോക്കേണ്ടി വരും. ഒന്നല്ലേ എൻ്റെ ഗൈഡ് ലൈൻ വായിച്ച് നോക്കുക, അല്ലെങ്കിൽ ഓൺലൈനായിട്ട് നമ്മൾ ഏത് കമ്പ്യൂട്ടറിലാണ് ഇൻസ്റ്റാൾ ചെയ്യാൻ നോക്കുന്നത് അതിൻ്റെ സ്പെസിഫിക്കേഷൻ വായിച്ച് ആ ബോർഡ് ഇത് ഏത് മോഡലാണ് അതിൻ്റെ ബോർഡും പ്രോസസ്സറും സപ്പോർട്ട് ചെയ്യുന്നുള്ളത് മനസ്സിലാക്കിയിട്ട് വേണം പുതിയ ഒരു ഡിവൈസ് വാങ്ങി അതിലേക്ക് ഇൻസ്റ്റാൾ ചെയ്ത് അപ്ഗ്രേഡ് ചെയ്യാനായിട്ട്. അപ്പോൾ ഇത്രയാണ് അതിൻ്റെ ഒരു ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ. ഇനി അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് തന്നെ നമുക്ക് പോകണമെന്നുണ്ടെങ്കിൽ ഈ M.2-യും NVMe SSDയും തമ്മിൽ അതിൻ്റെ സ്പീഡിൻ്റെയും ഡാറ്റ ട്രാൻസ്ഫറിൻ്റെയും ബാൻഡ് വിഡ്ത്തിൻ്റെയും അതുപോലെയുള്ള കുറേ കാര്യങ്ങളുണ്ട്. ഇപ്പോൾ ജനറേഷൻ 4 ആണ് നമ്മൾ ഈ കാണുന്നത്. ക്രൂഷ്യലിൻ്റെ ഒരു ജനറേഷൻ 4 വരുന്ന മോഡലാണ്. ജനറേഷൻ 4 7000 വരെയൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന മോഡലാണ്. M2 ആണ്, NVMe ആണ്. അത് 7000 Mbps വരെ സ്പീഡ് സപ്പോർട്ട് ചെയ്യുന്നതാണ്. നമുക്ക് ഇങ്ങനെ നമുക്ക് അതിൻ്റെ ഒരു കമ്പാരിസൺ നമുക്ക് നോക്കിക്കഴിഞ്ഞിട്ടുണ്ട്. ജനറേഷൻ 3, 4, 5 നമ്മൾ ആദ്യം പറഞ്ഞല്ലോ, 3500, 7000, 14000. അതിനകത്ത് ബാൻഡ് വിഡ്ത്തും അതിൻ്റെ PCI ലൈൻസ് എല്ലാത്തിലും സെയിം ആയിട്ടാണ് വരുന്നത്. ബാൻഡ് വിഡ്ത്ത് ജനറേഷൻ 3-ൽ 1 GB വരെ മാക്സിമം ഉള്ളൂ. ഇതിൽ 2 GB വരെ ഉണ്ട്. ജനറേഷൻ 5-ൽ 4 GB വരെ ഉണ്ട്. ജനറേഷൻ 5 ഒക്കെ ഇപ്പോൾ ഇറങ്ങുന്നേ ഉള്ളൂ. ഒരു 14, 15 ജനറേഷൻ പ്രോസസ്സറുകളിലൊക്കെയാണ് ഇൻ്റലിൻ്റെ ഇത് സപ്പോർട്ട് ചെയ്യുന്നത്. 5th ജനറേഷൻ നമ്മളിപ്പോൾ നോർമലായിട്ട് ഉപയോഗിക്കുന്ന NVMeകളെല്ലാം തന്നെ
ജനറേഷൻ 3 ഉൾപ്പെടുന്നതായിരിക്കും. 4 ഉൾപ്പെടുന്നത് പുതിയ ഒരു 12th ജനറേഷൻ തൊട്ടൊക്കെ ആയിരിക്കാം 4 വന്നിരിക്കുന്നത്. ഇൻ്റലിൻ്റെ 12th ജനറേഷൻ പ്രോസസ്സറുകൾ തൊട്ടൊക്കെയാണ് ഇത് വന്നിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ വീട്ടിലൊക്കെ ഉപയോഗിക്കുന്ന പഴയ കമ്പ്യൂട്ടറിലെല്ലാം എന്തായാലും മാക്സിമം നമുക്ക് അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റുന്നത് ജനറേഷൻ 3 വരെയാണ്. ജനറേഷൻ 3യിലുള്ള സിസ്റ്റത്തിൽ 4ഉം 5ഉം സപ്പോർട്ട് ചെയ്യത്തില്ല. പക്ഷേ ജനറേഷൻ 5 ഉള്ള സിസ്റ്റത്തിൽ നമുക്ക് ബാക്ക്വേർഡ് ആയിട്ടുള്ള 4ഉം 3യും ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റും. ഇപ്പോൾ SSD മെമ്മറി ടൈപ്പ് നമ്മൾ കോസ്റ്റ് പെർ GB നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനകത്ത് SLC ഉണ്ട്, MLC ഉണ്ട്, TLC ഉണ്ട്, QLC ഉണ്ട്. അതിൻ്റെ സ്റ്റോറേജ് സൈക്കിൾ അനുസരിച്ചാണ് പറയുന്നത്. SLC ആകുമ്പോഴത്തേക്കും അത് 1 lakh ആണ് അതിൻ്റെ റൈറ്റ് സൈക്കിൾസ് വരുന്നത്. അപ്പോൾ അതിന് നമുക്കത് വാങ്ങുന്നതിന് റേറ്റ് കൂടുതലായിരിക്കും. അതിന് സ്റ്റോറേജ് ഇതിനനുസരിച്ച് നമുക്കത് അതിൻ്റെ ഉപയോഗം വരുന്ന എൻ്റർപ്രൈസ് ഉപയോഗങ്ങൾക്കാണ്. വ്യാവസായിക ആവശ്യങ്ങൾക്കൊക്കെ ഉപയോഗിക്കുന്ന വളരെ സ്പീഡ് കൂടിയ മോഡലാണ്. നമുക്കത് വീട്ടിലേക്ക് ഉപയോഗിക്കാനായിട്ട് നമുക്ക് കോസ്റ്റ് വളരെ കൂടുതലാണ്. അടുത്തത് MLC വരുന്നുണ്ട്. അത് 2 bit per സെല്ലാണ് അതിൻ്റെ ഇത് വരുന്നത്. അത് 10,000 റൈറ്റ് സൈക്കിൾസ് ആണ് വരുന്നത്. അപ്പോൾ അതിനകത്ത് ഡേറ്റ സ്റ്റോർ ചെയ്യുന്നത് ഒരുപാട് കംപ്രസ് ചെയ്യാണ്ടാണ് അത് ഉപയോഗിക്കുന്നത്. അപ്പോൾ മാക്സിമം സ്പീഡിൽ അത് ഉപയോഗിക്കാൻ പറ്റും. സ്പീഡ് കൂടുതലാണ്. പ്രൊഫഷണൽ വർക്ക് സ്റ്റേഷൻസിലേക്ക് MLC മോഡലാണ് നമ്മൾ NVMe ഉപയോഗിക്കുന്നത്. അതേപോലെ TLC ഉണ്ട്. TLC വരുന്നത് കൺസ്യൂമർ ഗ്രേഡ് ഗെയിമിങ് അതിനെല്ലാം ഉപയോഗിക്കുന്നതാണ് അത്. അതേപോലെ നമ്മളിപ്പോൾ ഉപയോഗിക്കുന്ന ഏറ്റവും അതിനകത്ത് ലോ ആയിട്ടുള്ള QLC മോഡലാണ്. അതിൻ്റെ ബഡ്ജറ്റ് SSDs എന്ന് അതിന് പറയും. സാധാ നോർമൽ ഉപയോഗങ്ങൾക്കുള്ള സ്പീഡ് അത് തരുന്നുണ്ട്. നോർമൽ ഹാർഡ് ഡിസ്കുകളെ അപേക്ഷിച്ച് 10-15 ഇരട്ടി വരെ സ്പീഡിൽ നമുക്കിത് ഉപയോഗിക്കാൻ പറ്റും. 1000 റൈറ്റ് സൈക്കിൾസാണ് അത് പറയുന്നത്. അതേപോലെ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത്രയും കാര്യങ്ങൾ വന്നു കഴിഞ്ഞാൽ നമുക്കതിൻ്റെ മറ്റ് സ്പെസിഫിക്കേഷൻസുകൾ കൂടി നോക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഏകദേശം കാര്യങ്ങൾ ഇപ്പോൾ തന്നെ നമുക്ക് ഇത്രയും പറഞ്ഞതിൽ തന്നെ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായല്ലോ. M.2 SSDയും NVMe SSDയും തമ്മിൽ NVMe SSD ആണ് സ്പീഡ് കൂടുതൽ. അതിൽ തന്നെ 3 ജനറേഷൻസ് ഉണ്ട്, 3, 4, 5 ഉണ്ട്. അപ്പോൾ അത്രയും കാര്യങ്ങൾ ഇപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ട്. നോർമൽ ഹാർഡ് ഡിസ്കുകളിൽ നിന്ന് നമ്മൾ അപ്ഗ്രേഡ് ചെയ്യേണ്ട കാലം പണ്ടേ കഴിഞ്ഞു. ഇനി നോർമൽ ഹാർഡ് ഡിസ്കുകൾ ഉപയോഗിച്ച് Windows 10 11 ഒക്കെ ഭയങ്കര ഒരുപാട് സ്ലോയിൽ ഉപയോഗിക്കുന്ന നമ്മുടെ യൂസേഴ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ അവർ അപ്ഗ്രേഡ് ചെയ്യേണ്ട സമയം അതിക്രമിച്ച് കഴിഞ്ഞു. മാക്സിമം ചെയ്യുക. ഇനി വരുന്നൊരു മോഡലാണ് VNAND SSDയും 3D NAND SSD. അത് വരുന്നത് അതിൻ്റെ NAND ടെക്നോളജിയാണ്. നമ്മളത് ഉപയോഗിക്കുന്ന ചിപ്പിൻ്റെ ഒരു ടെക്നോളജിയാണ് NAND ഗേറ്റ്. ആ ഒരു ടെക്നോളജി പറയുന്ന പേരാണ് അത്. രണ്ടും സെയിം തന്നെയാണ്, ഈക്വലാണ്. 2 ബ്രാൻഡുകൾ ഇട്ടിരിക്കുന്ന പേരുകൾ ആണെന്ന് മാത്രമേ ഉള്ളൂ. ഇനി QLC നമ്മൾ ആദ്യം പറഞ്ഞു കഴിഞ്ഞു. ഇനി നമ്മൾ വരുന്നത് 3D NAND ടെക്നോളജി, അതിൻ്റെ മറ്റ് കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. ഇനി നമുക്ക് പോകാനുള്ളത് NVMe SSDയുടെ മറ്റ് ഡീറ്റെയിൽസിലേക്ക് പോകാം. പുതിയ മോഡൽ ലാപ്ടോപ്പുകളിൽ എല്ലാം വരുന്നത് തന്നെ നല്ല സ്പീഡുള്ള NVMe SSDകളാണ് വരുന്നത്. അതുതന്നെ ജനറേഷൻ കുറയുന്നതും കൂടുന്നതനുസരിച്ച് ഇതിൻ്റെ റേറ്റ് വ്യത്യാസം വരുന്നത് എന്തുകൊണ്ടാണെന്നും നിങ്ങൾക്ക് ഏകദേശം ഇപ്പോൾ മനസ്സിലായി കാണും. നമ്മൾ NVMe SSD തന്നെ ഒരു ബ്രാൻഡ് തരുന്ന റേറ്റിനല്ല മറ്റൊരു ബ്രാൻഡ് തരുന്നത്. അതിൻ്റെ കാരണങ്ങൾ ഇത്രയും ഡീറ്റെയിൽ ആയിട്ടുള്ള മറ്റു കാര്യങ്ങളുണ്ട്. അപ്പോൾ നമ്മൾ ഈ NVMe SSDകളെ കമ്പയർ ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ അതിൽ തന്നെ ഹീറ്റ് സിങ്ക് ഉള്ള മോഡൽ, ഹീറ്റ് സിങ്ക് ഇല്ലാത്ത മോഡൽ, അതേപോലെ M.2 SSD, അതേപോലെ മറ്റ് നോർമൽ SSD, അങ്ങനെ ഓരോന്നിനും പല പല വിലയാണ്. അത് പല ബ്രാൻഡിനനുസരിച്ച് റേറ്റ് കൂടി വരും. സാംസങ് കൊടുക്കുന്ന വിലയല്ല WD വെസ്റ്റേൺ ഡിജിറ്റുകാർ കൊടുക്കുന്നത്, അവരുടെ റേറ്റ് അല്ല ക്രൂഷ്യലുകാർ കൊടുക്കുന്നത്. അപ്പോൾ ഓരോന്നിനും അതിൻ്റേതായ വ്യത്യാസങ്ങളുണ്ട്. അപ്പോൾ പ്രധാനമായിട്ടും അതിൽ വരുന്നത് അവരുപയോഗിക്കുന്ന ചിപ്പുകളുടെ ക്വാളിറ്റിയാണ്. ആ ഫ്ലാഷ് മെമ്മറിയുടെ ക്വാളിറ്റി വെച്ചിട്ടാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ ഈ രീതിയിൽ കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ ഒരു 336 GB per day വെച്ച് നമ്മൾ റീഡ് റൈറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു 10 years വരെ ലാസ്റ്റ് ചെയ്യുന്ന മോഡൽസൊക്കെയാണ് 1200 TBW എന്ന് പറയുന്ന ആ ഒരു മോഡലൊക്കെ വരുന്ന സാംസങ്ങിൻ്റെ മെമ്മറിയൊക്കെ. അപ്പോൾ അതുപോലെ ക്രൂഷ്യലുണ്ട്, T500 എന്ന് പറയുന്ന മോഡലുണ്ട്. ഇനി നമുക്ക് ഒരെണ്ണത്തിൻ്റെ സ്റ്റിക്കർ അഴിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിനകത്തുള്ള കമ്പോണൻറ്റ്സ് നോക്കാം. മറ്റ് നോർമൽ ഹാർഡ് ഡിസ്ക് വെച്ച് നോക്കുമ്പോൾ ഇതിനകത്ത് ഉള്ളത് NAND ഫ്ലാഷ് മെമ്മറി ഉണ്ട്. എത്ര GB ആണോ നമ്മൾ ഉപയോഗിക്കുന്നത് അതിനനുസരിച്ചുള്ള NAND ഫ്ലാഷ് മെമ്മറികളുണ്ടാവും. 1, 2, 3, 4 ഒക്കെ ചിപ്പ് ഉണ്ടാവും. അതേപോലെ ഒരു
DRAM ഡൈനാമിക് റാം ഉണ്ടാവും, അതിൻ്റെ ഒരു ക്യാഷ് മെമ്മറി ഉണ്ട്, അതേപോലെ ഒരു കൺട്രോളർ. ഈ കൺട്രോളറാണ് ഇതിനെല്ലാം കൺട്രോൾ ചെയ്യുന്നത്. മറ്റ് ഹാർഡ് ഡിസ്കുകളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ നമ്മുടെ നോർമൽ പണ്ട് ഉപയോഗിച്ച ഹാർഡ് ഡിസ്കുകളിൽ നിന്ന് നമുക്ക് ഡേറ്റ എന്തെങ്കിലും കംപ്ലൈൻറ്റുകൾ വന്നാലും റിട്രൈവ് എടുക്കുക അല്ലെങ്കിൽ ഡേറ്റ ബാക്കപ്പ് എടുക്കാനൊക്കെ കുറച്ച് എളുപ്പമുണ്ടായിരുന്നു. ഇതിൽ എന്തെങ്കിലും ഒരു കംപ്ലൈൻറ്റ് വന്നത് കേട് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിനകത്ത് നിന്നുള്ള ഡേറ്റ റിക്കവറി അത്ര തന്നെ ബുദ്ധിമുട്ടാണ്. നമുക്ക് നോർമലായിട്ട് കോപ്പി ചെയ്ത് മറ്റൊരു സിസ്റ്റത്തിലേക്ക് ആക്കാൻ പറ്റില്ല. അതിനകത്ത് ചിപ്പ് മാത്രമേ ഉള്ളൂ, നമുക്ക് നേരിട്ട് എടുക്കാൻ പറ്റില്ല. ഇപ്പോൾ ഒരു നോർമൽ NVMe SSD ഹീറ്റ് സിങ്ക് ഇല്ലാതെ വർക്ക് ചെയ്യുമ്പോൾ അതൊരു 100 ഡിഗ്രി സെൽഷ്യസ് വരെയൊക്കെ ഹീറ്റിലാണ് അത് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ കൂടുതൽ വർക്ക് ലോഡ് ഉള്ള നല്ല പെർഫോമൻസിൽ വർക്ക് ചെയ്യണമെന്നുള്ളവർ നമുക്ക് അതിനകത്ത് അലൂമിനിയത്തിൻ്റെയോ കോപ്പറിൻ്റെയോ ഒക്കെ ഹീറ്റ് സിങ്ക് ഉപയോഗിക്കുന്നത് നല്ലതാണ്. അതേപോലെ തന്നെ ഹീറ്റ് സിങ്ക് ഉള്ള മോഡൽ NVMe SSDകൾ ഇതുപോലെ നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അപ്പോൾ അതിന് മറ്റുള്ളവയെ അപേക്ഷിച്ച് റേറ്റ് കുറച്ചുകൂടെ അധികമായി വരും. അപ്പോൾ എല്ലാ മോഡലിലും നമുക്കത് ഹീറ്റ് സിങ്ക് ഉള്ള മോഡൽ ഉപയോഗിക്കാനും പറ്റില്ല. ലാപ്ടോപ്പുകളിലൊക്കെ വളരെ ചെറിയ ഒരു സ്പേസിലായിരിക്കും NVMe SSD ഉള്ള സ്പേസ് ഉണ്ടാവുള്ളൂ. അതിനകത്ത് നമുക്ക് ഹീറ്റ് സിങ്ക് ഉള്ള മോഡൽ ഇൻസെർട്ട് ചെയ്യാനും പറ്റില്ല. അതുകൊണ്ടാണ് കമ്പനികൾ ഹീറ്റ് സിങ്ക് ഉള്ള മോഡൽ പകരം ഹീറ്റ് സിങ്ക് ഇല്ലാത്ത മോഡലുകൾ കൂടുതലായിട്ട് ഇറക്കുന്നത്. ഇനി നമുക്ക് മറ്റ് ഡെസ്ക്ടോപ്പുകളിലും മറ്റും ഉപയോഗിക്കുമ്പോൾ ആ രീതിയിലും ചെയ്യാം. ചില ലാപ്ടോപ്പുകളിൽ നമുക്കത് ഇൻസ്റ്റാൾ ചെയ്യാനുള്ള സ്പേസ് ഉണ്ടാവും. പക്ഷേ ഏറെക്കുറെ എല്ലാ ലാപ്ടോപ്പുകളിലും തന്നെ നമ്മൾ ഉപയോഗിക്കുന്ന ഹീറ്റ് സിങ്കുകൾ ചിലപ്പോൾ ബുദ്ധിമുട്ടായിരിക്കും ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട്. ഹീറ്റ് സിങ്ക് ഉപയോഗിക്കുമ്പോൾ നമുക്ക് ഹീറ്റ് കുറയുന്നതനുസരിച്ച് അതിൻ്റെ പെർഫോമൻസ് ഒന്നുകൂടി നന്നായിട്ട് കിട്ടും. അതൊരു പ്രയോജനമായിട്ട് കരുതാം. അപ്പോൾ ഈ രീതിയിലാണ് നമുക്ക് ചില ലാപ്ടോപ്പുകൾ ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റുന്നത്. ഓരോ ലാപ്ടോപ്പും നമ്മൾ അഴിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മാത്രമേ അതിനകത്ത് എന്തോരം സ്പേസിൽ നമുക്കത് ചെയ്യാനുണ്ട് എന്നുള്ളത് അറിയാൻ പറ്റൂ. നമ്മളിനി SSDകൾ കൂടുതൽ ലാസ്റ്റ് ചെയ്യാൻ വേണ്ടി ചെയ്യേണ്ട ഒരു കാര്യം കൂടി നമുക്കൊരു ടിപ്പായിട്ട് പറയാം. നമുക്ക് അതിനകത്തൊരു 10 മുതൽ 20% വരെ ഫ്രീ സ്പേസ് ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ SSD നമുക്ക് മാക്സിമം സ്പീഡിൽ ഉപയോഗിക്കാൻ പറ്റും. അതിൻ്റെ പെർഫോമൻസ് ഡീഗ്രഡേഷൻ കുറയില്ല. നമ്മൾ നോർമൽ ഹാർഡ് ഡിസ്കിലും പണ്ട് കണ്ടിട്ടുള്ളതാണ്. ഫുള്ളായി കഴിയുമ്പോൾ ഇപ്പോൾ C ഡ്രൈവ് ഫുള്ളായാലോ അല്ലെ ഹാർഡ് ഡിസ്ക് ഫുള്ളായിട്ട് റെഡ് കളറിലേക്ക് നമ്മൾ യൂസേജ് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് സ്ലോ ആവും. അപ്പോൾ ആ ഒരു കാര്യം ഒന്ന് ശ്രദ്ധിക്കുക. കുറച്ച് സ്പേസ് ഇപ്പോൾ 128-ൻ്റെയൊക്കെ ഏറ്റവും കുറഞ്ഞത് മേടിച്ച് ഉപയോഗിക്കാതെ മിനിമം ഒരു 256 എങ്കിലും വെച്ച് അപ്ഗ്രേഡ് ചെയ്യാനായിട്ട് മാക്സിമം നോക്കുക. അത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അത്രയും കാര്യങ്ങളാണ്. ഇനി മറ്റ് കുറച്ച് കാര്യങ്ങൾ കൂടി നമുക്ക് പറയാം. ഇപ്പോൾ പ്രധാനമായിട്ടും ഇതിന് മാനുഫാക്ചറിങ്ങിലുള്ള പ്രധാന കമ്പനികളാണ് സാംസങ്, വെസ്റ്റേൺ ഡിജിറ്റൽ, ക്രൂഷ്യൽ എന്ന് പറഞ്ഞാൽ മൈക്രോണിൻ്റെ ഒരു സബ് ബ്രാൻഡാണ്. സാംസങ് ചെയ്യുന്നതിൻ്റെ നാൻഡ് ചിപ്പ് ഉണ്ടാക്കുന്നുണ്ട്, കൺട്രോളേഴ്സ് ഉണ്ടാക്കുന്നുണ്ട്, ഫേംവെയർ ഉണ്ടാക്കുന്നുണ്ട്. അതിനകത്ത് ഫെയിലിയർ റേറ്റ് വളരെ കുറവാണ്, റിട്ടേൺ റേറ്റ്സ് കുറവാണ്, വാറൻറ്റി 5 വർഷം വരെയുണ്ട്. WD ആകുമ്പോഴത്തേക്കും നാൻഡ് ആൻഡ് കൺട്രോൾ മാനുഫാക്ചേഴ്സാണ് WD. അതേപോലെ ക്രൂഷ്യൽ ബൈ മൈക്രോൺ എന്ന് പറയുന്നത് നമുക്ക് വളരെ റേറ്റ് കുറച്ച് വെസ്റ്റേൺ ഡിജിറ്റലിൽ സാംസങ്ങിനേക്കാളും റേറ്റ് കുറച്ച് സപ്ലൈ ചെയ്യുന്ന ഒരു കമ്പനിയാണ് ക്രൂഷ്യൽ, മൈക്രോണിൻ്റെ കമ്പനിയാണ്. അതേപോലെ അവർ നാൻഡ് മാനുഫാക്ചേഴ്സാണ്. അവർ മറ്റ് കമ്പനികൾക്ക് വേണ്ടി നാൻഡ് മാനുഫാക്ചർ ചെയ്ത് കൊടുക്കുന്ന ഒരു കമ്പനി കൂടിയാണ്. ഇവരെല്ലാം കൊടുക്കുന്നുണ്ട്, അതുപോലെ തന്നെ ക്രൂഷ്യലും ചെയ്യുന്നുണ്ട്. അത് കോസ്റ്റ് എഫക്റ്റീവാണ്, റിലയബിലിറ്റി ഉള്ള ഒരു കമ്പനിയാണ് ക്രൂഷ്യലും. അപ്പോൾ ഇതിനകത്ത് ടോപ്പായിട്ട് നിൽക്കുന്ന 3 കമ്പനികളെക്കുറിച്ചാണ് നമ്മൾ പറഞ്ഞത്. ഇനിയിപ്പോൾ 1-2 കാര്യങ്ങൾ കൂടി പറഞ്ഞ് നമുക്ക് വീഡിയോ അവസാനിപ്പിക്കാം. ഇത് ഫൈനലൈസ് ആയിട്ട് പറയുമ്പോൾ 2.5 ഹാർഡ് ഡിസ്കുകൾ നമ്മൾ ഈ രീതിയിൽ നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ തന്നെ ഇത്രയും മോഡലാണുള്ളത്. സാറ്റ NVMe സാറ്റയ്ക്ക് മാക്സിമം സ്പീഡ് 550 വരെയാണ് കിട്ടുന്നത്. നമ്മളത് ഔട്ട്ഡേറ്റഡ് ആയ ടെക്നോളജിയാണ്. ഇപ്പോൾ 2025 നമ്മൾ പറയുമ്പോൾ അത് അപ്ഡേറ്റഡ് ആണ്. ഇപ്പോൾ NVMe ആണ് നിലവിൽ ഉപയോഗിക്കാൻ പറ്റുന്ന മോഡൽ. അത് 3500 MB വരെയും വരുന്ന Gen 3 ആണ് നമ്മൾ കൂടുതലും ഉപയോഗിച്ച് വരുന്നത്. ജനറേഷൻ 4ഉം 5ഉം നിലവിലുണ്ട്. പക്ഷേ നമ്മുടെ നോർമൽ ഉപയോഗങ്ങൾക്ക് നമുക്കത് ചെറിയ റേറ്റിൽ വാങ്ങാൻ പറ്റുന്നതല്ല. പിന്നെ അതിൻ്റെ പെർഫോമൻസും ഡ്യൂറബിലിറ്റിയും അതുപോലെയുള്ള കാര്യങ്ങൾ എല്ലാം ഈ SLC, MLC, TLC, QLC അതുപോലെയുള്ള കാര്യങ്ങൾ വെച്ച് നമുക്ക് പറയാം. നമ്മൾ QLCയിൽ വരുന്നതാണ് കൂടുതലായിട്ടും നമ്മൾ ഉപയോഗിക്കുന്നത്. SSD മെമ്മറിയെക്കുറിച്ച് ഇത്രയും കാര്യങ്ങളാണ് നമ്മളൊരു ബേസിക്കായിട്ട് മനസ്സിലാക്കേണ്ടത്. നമ്മളൊരു SSD അപ്ഗ്രേഡ് ചെയ്യുന്ന സമയത്ത് കരുതുന്ന കാര്യങ്ങളും അതിനകത്ത് ഹീറ്റ് സിങ്ക് വെക്കുന്നതിൻ്റെ കാര്യങ്ങളും എല്ലാം നമ്മൾ ഈ വീഡിയോയിൽ വിശദീകരിച്ചിട്ടുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് നമുക്കൊരു ബേസിക് ആയിട്ടുള്ള ഒരു ഐഡിയ, ഒരു ടെക്നിക്കൽ നോളജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഒരു ലാപ്ടോപ്പ്, നമുക്ക് സ്വന്തമായിട്ട് ലാപ്ടോപ്പോ ഡെസ്ക്ടോപ്പോ ഒക്കെ ഉള്ളവർ അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം. ഇനിയിപ്പോൾ നമ്മുടെ കയ്യിലുള്ള ഒരു ലാപ്ടോപ്പിലേക്ക് നമുക്ക് അപ്ഗ്രേഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിൽ സപ്പോർട്ട് ചെയ്യുന്ന മോഡൽ നമുക്ക് ഒന്നല്ലെങ്കിൽ അതിൻ്റെ സ്പെസിഫിക്കേഷൻ വെച്ചിട്ട്
ഗൂഗിൾ ചെയ്ത് നോക്കാം ഏതൊക്കെയാണ് സപ്പോർട്ട് ചെയ്യുന്നത്. അല്ലെങ്കിൽ അതിൽ വർക്ക് ചെയ്യുമ്പോൾ Windows+X കീ അടിക്കുക, എന്നിട്ട് ഡിവൈസ് മാനേജറിൽ പോയിട്ട് നമുക്ക് അതിനകത്ത് ഡിസ്ക് ഡ്രൈവ്സ് ഉണ്ടല്ലോ, അതിൽ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ നിലവിൽ ഇൻസ്റ്റാൾ ചെയ്തേക്കുന്ന ഡ്രൈവ് ഏതാണെന്ന് കാണിക്കും. അതിൻ്റെ ഡീറ്റെയിൽസ് കോപ്പി ചെയ്തെടുക്കുക, ഗൂഗിൾ ചെയ്യുമ്പോൾ ഇപ്പോൾ അതിലിട്ടിരിക്കുന്ന വർക്ക് ചെയ്തിരിക്കുന്നത് ഏത് മോഡലാണ്, അതിൻ്റെ സ്പെസിഫിക്കേഷൻ എന്താണെന്നുള്ളതെല്ലാം കാണാൻ പറ്റും. നമുക്കത് മാറ്റി കൂടുതൽ GB ഇൻസ്റ്റാൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് നോക്കി ചെയ്യാം. ഇതാണ് നമ്മളൊരു സ്റ്റോറേജ് മെമ്മറി കപ്പാസിറ്റി വിൻഡോസ് സപ്പോർട്ട് ചെയ്യുന്നത്. 32 ബിറ്റ് 64 ബിറ്റ് XP. നമ്മളിപ്പോൾ 10 കഴിഞ്ഞ് 10 ഇപ്പോൾ ഈ വർഷം ഒരു ഒക്ടോബർ വരെയൊക്കെയാണ് സപ്പോർട്ട് പറഞ്ഞിരിക്കുന്നത്. 11 വരെ എത്തി. 11 വരെ നമ്മളതിനകത്ത് MBRഉം GPT-യുടെ ഒക്കെ കാര്യങ്ങൾ കാണിക്കുന്നുണ്ട്. അതേപോലെ NVMe PCI ജനറേഷൻ എല്ലാ ജനറേഷനും പുറകിലേക്ക് കോമ്പാറ്റബിൾ ആണ്. 5th ജനറേഷൻ സപ്പോർട്ട് ചെയ്യുന്ന ബോർഡ് ജനറേഷൻ 3ഉം 4ഉം ഇൻസ്റ്റാൾ ചെയ്യുക. എന്നാൽ ജനറേഷൻ 3 സപ്പോർട്ട് ചെയ്യുന്ന ബോർഡിൽ 4ഉം 5ഉം ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റില്ല. ആ ഒരു ബേസിക്ക് മാത്രം ഒന്ന് ഓർത്തോളുക. ഇപ്പോൾ വിൻഡോസിൻ്റെ കാര്യം നമ്മൾ പറഞ്ഞു. അതുപോലെ ഇൻ്റലിൻ്റെയും AMDയുടെയും പ്രോസസ്സറുകൾ സപ്പോർട്ട് ചെയ്യുന്ന മോഡൽസ് നമുക്കിപ്പോൾ ഈ ഒരു സ്ക്രീൻ നോക്കിക്കഴിഞ്ഞാൽ കാണാം. 4th ജനറേഷൻ അതേപോലെ 5th ഇതെല്ലാം M.2 സാറ്റയാണ് സപ്പോർട്ട് ചെയ്യുന്നത്. NVMe നമുക്ക് സപ്പോർട്ട് ചെയ്ത് തുടങ്ങുന്നത് 7th 6th 5th എല്ലാം സപ്പോർട്ട് ചെയ്യാൻ ലിമിറ്റഡ് ആണ്. ഫുള്ളി നമ്മളതങ്ങനെ കറക്റ്റായിട്ട് തന്നെ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ഇപ്പം നിലവിൽ 5th ജനറേഷൻ വരെ ആയിക്കഴിഞ്ഞപ്പോൾ M.2 NVMe ആണ് 5th ജനറേഷനിലെല്ലാം സപ്പോർട്ട് ചെയ്യുന്നത്. അതുവരെ സപ്പോർട്ട് ചെയ്യും. അപ്പോൾ അത്രയും ഡീറ്റെയിൽസാണ്. AMD ആണെങ്കിലും റൈസൻ്റെ 6th ജനറേഷൻ വരെ ആയിട്ടുണ്ട്. ആ ഡീറ്റെയിൽസ് നമ്മൾ കാണിക്കുന്നുണ്ട്. ഇപ്പോൾ ഒരു ലാപ്ടോപ്പ് എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ അതിനകത്ത് ഏതാണ് ഇൻസ്റ്റാൾ ചെയ്യേണ്ടതെന്നുള്ളത് നിങ്ങൾക്ക് ഏകദേശം ധാരണയായിട്ടുണ്ട്. മാക്സിമം ചെയ്യാൻ പറ്റുന്നത് NVMe സപ്പോർട്ട് ചെയ്യുന്ന ഡിവൈസാണ് നിങ്ങളുടെ കയ്യിലുള്ളതെന്നുണ്ടെങ്കിൽ മാക്സിമം NVMe ഡിവൈസ് തന്നെ വാങ്ങി ഇൻസ്റ്റാൾ ചെയ്യാൻ നോക്കുക. അതിനകത്തൊരു 1000 1500 രൂപ കൂടുതലാണെങ്കിലും അതൊരിക്കലും ഒരു നഷ്ടമായിട്ട് കൂട്ടാതെ നമുക്ക് നമ്മുടെ പെർഫോമൻസ് കൂടുതൽ കിട്ടുന്നതിന് വേണ്ടി അതിലേക്ക് വരിക. അപ്പോൾ ഇത്രയാണ് നമ്മുടെ വീഡിയോ. താങ്ക് യു ഫോർ വാച്ചിങ്.